അല്ലേ ഇതെന്തു പറ്റി നിശബ്ദരായിട്ടിരിക്കുന്നേ? പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയപ്പോ ഒരു സന്തോഷമില്ലേ? കൊറേ കാര്യങ്ങളൊക്കെ പറയില്ലേ നിങ്ങക്ക്? അത് പിന്നെ അമ്മ ഒരുപാട് കാര്യം പറയാനുള്ളതുണ്ടേ, മനസ്സിലെല്ലാം കൂടി തിങ്ങി നിറച്ചു വെച്ചിട്ട് ഇപ്പൊ എന്താ പറയണ്ടേന്ന് അറിയാതെ ഞങ്ങൾ അങ്ങ് സൈലന്റ് ആയിപ്പോയി. ബെസ്റ്റ്. സൈലന്റ് ആവുന്നൊക്കെ കൊള്ളാം, പക്ഷെ പറയേണ്ട കാര്യങ്ങളെ ശബ്ദം ഉയർത്തി തന്നെ പറയണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ? മനസ്സിലായില്ലേ? പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തരാ. മോളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞങ്ങള് മൊത്തം 4 പേരാ. ഞാൻ പെൺകുട്ടിയായിട്ട് ഒരാളേ ഉള്ളൂ. പിന്നെ 3 ചേട്ടന്മാരുണ്ട്. 3 ചേട്ടന്മാരും ഒറ്റ അനീതിയാണോ? അടിപൊളി. എന്ത് സ്നേഹമായിരിക്കും അല്ലേ അവർക്ക്? ഭയങ്കര സ്നേഹമാ. അപ്പം വീട്ടിലെ ചെല്ല കിളിയാണ്. അതെ, കൊഞ്ചിച്ച് വളർത്തിയ മോളായിരിക്കും അല്ലേ? എന്റെ വീട്ടിലെ ചെല്ല പെണ്ണാണ് ഞാൻ. എന്റെ അമ്മ ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ മരിച്ചുപോയി. അപ്പൊ എന്റെ അച്ഛനും എന്റെ ചേട്ടനും കൂടിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ശരിക്കും പറഞ്ഞ എന്നെ കൊഞ്ചിച്ചതും താലോലിച്ചതും ഒക്കെ എന്റെ ഏട്ടനാണ്. പറഞ്ഞിട്ടില്ലേ? ഇവള് മണിക്കുട്ടൻ മാമനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലിരുന്ന സമയത്ത്. മണിക്കുട്ടൻ ചേട്ടനെ ഞാനെന്ന് പറഞ്ഞാൽ മരിക്കും. ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ ജീവിതം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോഴും ഇത്രയും വലിയ പെൺപിള്ളേരെ അമ്മയായെങ്കിലും എൻ്റെ വീട്ടിൽ എത്തുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയോ. അത്ര സ്നേഹമാണ്. ശരിക്കും പറയാം, ലിറ്ററലി എന്നെ കൊഞ്ചിക്കും. അപ്പൊ അതുപോലെ തന്നെ അറിയുമല്ലേ മോളെ? ചേട്ടന്മാര് വലിയ സ്നേഹമാണ്, നമ്മളാർക്ക് വലിയ കാര്യമാണ് എന്നെ. ആണല്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരിനെ അങ്ങോട്ട് അതിൽ 100 ഇരട്ടി തിരിച്ച് സ്നേഹിക്കണം എന്ന് പറയും. അല്ലേ? അതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യം. നമ്മളെ സ്നേഹിക്കുന്നവരെ നല്ലോണം സ്നേഹിക്കുക, അവർക്ക് വേണ്ടി അങ്ങോട്ട് ജീവിക്കുക. വാക്ക് കൊണ്ട് പോലെ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഗതി വിട്ടിക്കില്ല. എനിക്കറിയാം ആന്റി, അതൊന്നും ഓർക്കാതെ ഞാൻ ചാടി പുറപ്പെട്ടെ. ഇതൊക്കെ അറിഞ്ഞ ഒരു ചങ്ക് പൊട്ടി ചാവും. ആ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേ? എന്തോ അമ്മ എനിക്കറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അത് കുഴപ്പമില്ല മണി, അത് വിട്ടേക്ക്. വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കല്ലേ, എന്റെ വിഷമമായിരിക്കും. അതൊന്നും അല്ല. റിങ്കി സത്യം പറ, എന്താണ് കൊച്ചിന്റെ പ്രശ്നം? എന്തോ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ല അവൾ എന്റെ ഫ്രണ്ടാണ്, മീനാക്ഷിയാണെന്ന്. പിന്നെന്ത് മണി? ഇവള് കള്ളം പറയണ രവിയേട്ടാ. ഇവള് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. ഇവളെ മുഖം കണ്ടാലും എനിക്കറിയാം. പറ, സത്യം പറ, ആരാണോ കൊച്ച്? എന്റെ ഫ്രണ്ട് തന്നെ ഇത്? അല്ല. പിന്നെ ഞാൻ സത്യം പറയാം, അവൾ എന്റെ ഫ്രണ്ട് അല്ല. പിന്നെ പിന്നെ ആര്? മതി, എനിക്ക് നിങ്ങളുടെ കള്ളം പറയാൻ വയ്യ. പറ നീ തെളിച്ച്. അതെ, എന്റെ ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ട് ആണ് അവള്, അശ്വിന്റെ. ആ കൊച്ചിപ്പോ എന്തിനു വന്ന ഇവിടെ? അത് അവളുടെ രജിസ്റ്റർ മാരേജ് നാളെ. അപ്പൊ അശ്വിൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഒരു ദിവസത്തേക്ക് അവൾ ഇവിടെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാല് പിടിച്ച് പറഞ്ഞിട്ടാ ഞാൻ ഓക്കെ പറഞ്ഞു. അവളുടെ വീട്ടുകാരറിയാതെ ഇറങ്ങി പോന്നേക്കുന്നതാണോ അത്? ദൈവമേ മണി, ഇത് എന്തോന്ന് മോളെ ഇത്? എന്ത് എത്ര ധൈര്യം നീ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും ശരിയാവൂല, അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലൂന്ന്. പക്ഷെ അവൻ എന്റെ അടുത്ത് ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞത്. അല്ല, അതിന് ആ കുട്ടി കല്യാണ പ്രായമായോ? അതൊക്കെ ആയി. എങ്കിൽ പിന്നെ മോളെ ഇത് കുടുംബത്തിൽ പറഞ്ഞ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് നടത്തിയാ പോരായിരുന്നോ? അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ. ഇടി എന്റെ ചേട്ടന്മാരെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം അറിയോ നിനക്ക്? വലിയ പ്രശ്നമാവും. ചേട്ടാ, വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവൂല. ഇത് എങ്ങനെയെങ്കിലും തന്നെ വീട്ടിൽ എത്തിക്കണം. നീ എഴുതേക്ക് മണി. അയ്യോ വേണ്ട, അത് ഭയങ്കര പ്രശ്നമാവും. നീ വന്ന മണി. എല്ലാം കോളമായി. മണി വന്നേ മോളെ. നീ എന്ത് പണിയാ ഒപ്പിച്ചത്? വീട്ടുകാർ അറിയാതെ ഇറങ്ങി പോന്നതാണോ? അവിടെ എന്തൊക്കെ പുകലുണ്ടാവും അറിഞ്ഞൂടെ നിനക്ക്? അതാ ആന്റി ഞാനിപ്പോ ആലോചിക്കുന്നു. മോളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് 2 വീട്ടുകാരും അറിഞ്ഞ് അവരുടെ അനുഗ്രഹത്തോടുകൂടി നടത്തണം, അല്ലെങ്കിൽ ഒന്നും ശാശ്വതല്ല മോളെ. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അശ്വിൻ മോളുടെ വീട്ടുകാരോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല ആന്റി, ഏട്ടന് പേടിയാ. ഈ പേടിത്തൊണ്ടന്റെ കൂടെയാണോ മോളെ ഇറങ്ങി തിരിച്ചത്? ആലോചിക്കണ്ടേ ഇതൊക്കെ? ഒരു കാര്യം ചെയ്യും, മോൾ ഇപ്പൊ തന്നെ മോളുടെ വീട്ടിലേക്ക് പോണം. എന്നിട്ട് വീട്ടുകാരോടൊക്കെ കാര്യം പറയും. ആണെങ്കിൽ ഞങ്ങളും വന്ന് സംസാരിക്കാം. ഒരു കാര്യം ചെയ്യും, അങ്കിൾ ഒരു ടാക്സി അറേഞ്ച് ചെയ്യാം. എന്നിട്ട് മോൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്താൻ നോക്ക്. ഒരു കാര്യം ചെയ്യാം, അങ്കിളും കൂടെ വരാം. എന്താ മണി? അച്ഛാ നീ വേണ്ടത് റിങ്കി, അങ്കിളും ആന്റിയും പറയുന്നത് ശരി. ഞാൻ ഇപ്പൊ തന്നെ പോവുക. ഇല്ലേലും എന്റെ ഉപ്പയും ഉമ്മയും ഇക്കക്കന്മാരും എന്നെ കാണാതെ ഒത്തിരി വിഷമിക്കും. ഇത്രയെങ്കിലും അതിന് ബോധവത ഉണ്ടായി. കണ്ടോ? നന്നായി മോളെ, അതാണ് വേണ്ടത്. മോള് പെട്ടെന്ന് റെഡിയാവും.
ശ്ശോ, ഇത് വല്ലാത്തൊരു പണിയായി പോയല്ലോ. ഞാൻ അശ്വിനോട് ഇനി എന്ത് പറയും? നീ അശ്വിനോട് ഒന്നും പറയണ്ട, പറയാനുള്ളതേ ഞങ്ങള് പറഞ്ഞോളാം. മണി നീ ഒരു കാര്യം ചെയ്യ്, ആ സാബുവിനെ വിളിച്ചിട്ടേ വണ്ടി ഒന്ന് കൊണ്ടുവരാൻ പറ. നമുക്ക് കൊണ്ടാക്കാം. എന്തോന്ന് മോളെ ഇതൊക്കെ ഇങ്ങനെ എടുത്തിയാടുന്ന കാര്യങ്ങൾ? എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാം കൂടി എന്റെ തലയിലായി. എന്റെ തലയിൽ വാ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.